വെൽക്കം ബാക്ക് അഗെയിൻ, വെൽക്കം ടു അനദർ വ്ളോഗ്. ഇന്ന് നമ്മൾ കൊടൈക്കനാലിലാണ്. ഡോൾഫിൻ ഹൗസ് വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നല്ല കിടിലൻ മിസ്റ്റ് ഇറങ്ങിയിട്ട് നല്ലൊരു ക്ലൈമറ്റാണ്. ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു തണുപ്പ് ഇങ്ങനെ നമ്മളെ മേലടിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. നമ്മൾ നാട്ടിൽ ചൂടൊക്കെ സഹിച്ചിട്ട് ഇവിടൊക്കെ വന്നിട്ട് ഈ മിസ്റ്റ് അടിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക പ്രത്യേക ഫീലാണ് കേട്ടോ. ഇതിങ്ങനെ നടക്കാൻ കുറച്ചുണ്ട്, ഇങ്ങനെ ഫുള്ള് കല്ലിട്ട വഴികളും വേരുകളൊക്കെയാണ്. ഇവിടെ പോണ വഴിക്ക് അവിടെ ഇവിടെ ഇങ്ങനെ കടകളൊക്കെ ഉണ്ട് ഇതുപോലെ. അവിടെ നിന്ന് നമുക്കിങ്ങനെ വെള്ളമൊക്കെ വാങ്ങിച്ച് പതുക്കെ പതുക്കെ അങ്ങനെ പോകാം. നമ്മൾ ഡോൾഫിൻ ഹൗസിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു വാട്ടർ ക്രോസിങ് ഉണ്ട് ഇവിടെ. നൈസാണ് കേട്ടോ. കുഞ്ഞൊരു വാട്ടർ ക്രോസിങ് ആണ്. വാ, രാവിലെ വൈകുന്നേരം നല്ല കേട്ടോ. ഈ ഒരു കോടമഞ്ഞ് സമയം ഉച്ചയ്ക്ക് 1 മണിയാണിപ്പോൾ. ആ സമയത്താണ് ഇങ്ങനെ കോടമഞ്ഞ്, ഈ ഒരു ക്ലൈമറ്റ്. ഇത് ഈ ഒരു കൊടൈക്കനാലല്ലാതെ വേറെ എവിടെ കാണാൻ പറ്റും ഇങ്ങനത്തെ ഒരു വൈബ്. എന്നാ കോടമഞ്ഞെന്നറിയാം. ഈ ഡോൾഫിൻ ഹൗസിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ഈ ഒരു യൂക്കാലിപ്റ്റസിൻ്റെ മരങ്ങൾക്ക് ഇടയിലൂടെ കോടമഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച, എൻ്റെ മോനെ, ഇത് ഒരു രക്ഷയില്ല കേട്ടോ. കല്ലിട്ട വഴികളാട്ടോ. അവിടെ ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ വെള്ളമുണ്ട്. ഇതിലൂടെ അങ്ങനെ നടന്ന് പോയിട്ടാണ് വെള്ളഗവിയിലേക്ക് എത്തുക കേട്ടോ. വെള്ളഗവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വില്ലേജ് തന്നെയാണ് കേട്ടോ. അവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് അവിടെ ചെരുപ്പിടാറില്ല, അതുപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കൊടൈക്കനാലെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആദ്യം ബ്രിട്ടീഷുകാർ എത്തിയത് വെള്ളഗവിയിലാണ് കേട്ടോ. അങ്ങനെ വെള്ളഗവിയിൽ നിന്നാണ് അങ്ങനെ പിടിച്ച് വന്ന് കൊടൈക്കനാലൊക്കെ ടൗണൊക്കെ ആയത്, വലിയ സ്ഥലമൊക്കെ ആയത്. എന്തായാലും എൻ്റെ മോനൊരു രക്ഷയില്ലാത്ത കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡോൾഫിൻ ഹൗസിൻ്റെ ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ നമുക്ക് നോക്കാം. ഇതങ്ങനെ വെള്ളഗവിയിലേക്ക് ഒന്ന് പോകുന്ന കേട്ടോ. കാരണം ഇവിടെ ഒന്നും ട്രാൻസ്പോർട്ടേഷന് ഈ കഴുതകളല്ലാതെ വേറെ വണ്ടിയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ആരുമില്ല കേട്ടോ ഡോൾഫിൻ ഹൗസിൽ പോലെ. എല്ലാവരും പോയി, ഞാൻ ഒറ്റയ്ക്ക് അതിൻ്റെ അറ്റത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. എൻ്റെ മോനെ കണ്ടോ, സെറ്റ് വൈബാണ് കേട്ടോ. ചെറുത് പറഞ്ഞെങ്കിൽ ഒരു മീറ്റർ കഷ്ടിയുണ്ടാവും. എൻ്റെ മോനെ താഴെ ഫുള്ള് കാതൊക്കെ എടുത്താം. തലകറങ്ങണവരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടോ ഒരു രക്ഷയില്ല. എൻ്റെ മോനെ, ഞാൻ അതിൻ്റെ മേലെ തന്നെ കുറേ വിചാരിക്കുന്നു. അങ്ങനെ ഇതിൻ്റെ മേലേക്ക് എത്തി. സൂപ്പർ. വീക്കെൻഡ് അല്ലാത്തൊരു ദിവസമാണ് ഇങ്ങോട്ടേക്ക് വന്നത്, അതുകൊണ്ട് തിരക്കൊന്നുമില്ല. ഇവിടെ നമ്മൾ അറ്റത്ത് പോയി നിൽക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ നമുക്ക് പിടിക്കാനൊന്നും വേറെ സ്ഥലങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കെയർഫുള്ളായിട്ട് തന്നെ അതിൻ്റെ അറ്റത്ത് പോയി ഇരിക്കണം. നമ്മൾ കുറച്ച് അഡ്വഞ്ചറൊക്കെ ആയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു ഡോൾഫിൻ ഹൗസ് വ്യൂ പോയിൻ്റ്. ഇവിടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർമാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ അവർ എടുത്തു തരും. അതിൻ്റെ കോപ്പീസും നമുക്ക് ഷെയർ ചെയ്ത് തരുന്നു കേട്ടോ. കൊടൈക്കനാലിലെ ഒരു ബെസ്റ്റ് സ്പോട്ടാണ്. പക്ഷേ വീക്കെൻഡ് അല്ലാത്ത ദിവസം നല്ല തിരക്കുണ്ടാവും. നമ്മൾ ഡോൾഫിൻ ഹൗസിലേക്ക് നടക്കുന്ന വഴിയിലുള്ളൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇത്. ബ്രേത്ത് ടേക്കിംഗ് വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന്. ഇങ്ങോട്ടേക്ക് വരാൻ ടിക്കറ്റൊന്നുമില്ല. മേലെ നമുക്ക് ബൈക്ക്, കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ബൈക്കായിരിക്കും ഒന്നുകൂടെ കംഫർട്ടബിൾ. ബൈക്ക് നിർത്തിയിട്ട് നമുക്ക് 2 കിലോമീറ്റർ താഴേക്ക് നടക്കാനുണ്ട്. ഒരു സ്ലീപ്പായിട്ടുള്ള ഒരു ഇറക്കമാണ്. തിരിച്ച് കയറി പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ഇറങ്ങാനൊക്കെ എളുപ്പമാണ്. അങ്ങനെയാണ് ഈ ഒരു ഡോൾഫിൻ ഹൗസിലേക്ക് എത്തുക. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ വെള്ളഗവി, അതുപോലെ അവിടെ നിന്നും കുറച്ച് ദൂരം കൂടെ ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാട്ടർഫോളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു അടിപൊളി സ്ഥലമാണിത്. കൊടൈക്കനാലിലെ റോസ് ഗാർഡനിലാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്.
ഇവിടെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ടൈപ്പ് റോസസിൻ്റെ കളക്ഷൻ കാണാൻ പറ്റും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളറിലുള്ള പലതരത്തിലുള്ള റോസുകൾ കാണാൻ പറ്റും. പൂക്കളൊക്കെ ഇഷ്ടമുള്ളവർക്ക് വന്ന് കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ റോസ് ഗാർഡൻ. ഇവിടെ എന്തൊക്കെയോ പൂക്കളുണ്ട്. ഇതൊക്കെ ഒരു റോസ്, അത് റോസാണ് കേട്ടോ. ഇത് ബാക്കിൽ നിൽക്കുന്ന റെഡ് റോസെല്ലാം തോന്നുന്നു. പില്ലർ റോക്ക് വ്യൂ പോയിൻ്റ് അവിടെയാണ് കേട്ടോ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇങ്ങോട്ടേക്ക് ഗവൺമെൻറ് ഒരു ട്രക്കിംഗ് പ്രോഗ്രാമൊക്കെ നടത്തി വരാറുണ്ട്. ഈ ഒരു 2 പില്ലറിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പിനെ ഡെവിൾസ് കിച്ചൺ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. 9 മണി മുതൽ 4 മണി വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം. സൺറൈസിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്പോട്ടാണിത്. പണ്ട് ഈ ഒരു പില്ലർ റോക്കിന് മുകളിൽ ഒരു വൈറ്റ് ക്രോസ് ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ ഡേവിഡ് ഗല്ലിയും ഭാര്യ ഐറിസ് ഗല്ലിയും പില്ലർ റോക്കിന് മുകളിലെത്തി. അവിടുന്ന് ഐറൻ ഗല്ലി താഴേക്ക് വീണുപോയി. തുടർന്ന് ഡേവിഡ് പില്ലർ റോക്കിന് മുകളിൽ ഒരു വെള്ള കുരിശ് നാട്ടി. പിന്നീട് അദ്ദേഹം ഈ പില്ലർ റോക്കിന് മുകളിൽ നിന്ന് തന്നെ താഴേക്ക് ചാടി സൂയിസൈഡ് ചെയ്തെന്നാണ് കേട്ടോ പണ്ടത്തെ ഒരു കഥ. അങ്ങനെ ഒരു എന്താ പറയുക, പ്രണയത്തിൻ്റെ ഒക്കെ ഒരു സ്ഥലമായിട്ടാണ് ഈ ഒരു പില്ലർ റോക്ക് കണക്കാക്കുന്നത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. നിങ്ങൾ പല ആളുകളും കണ്ടിട്ടുണ്ടാവും ഈ ഒരു സ്ഥലങ്ങളൊക്കെ, പക്ഷേ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വ്ളോഗ്. ഡോൾഫിൻ ഹൗസിലേക്കൊക്കെ വീക്കെൻഡ് അല്ലാത്ത ഡേ വന്നു കഴിഞ്ഞാൽ കിഡിലിനൊരു സ്പോട്ടാണ്. ഈ ഒരു വിൻ്റർ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്ന് നേരെ പൂണ്ടിയിലേക്കാണ് പോകുന്നത്. പൂണ്ടിയിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. മണ്ണൂരും കൂക്കലൊക്കെ പോയിട്ടുണ്ട്. പൂണ്ടി അതുപോലെ കിളവരെ ആ റൂട്ടിലേക്കാണ് നമ്മൾ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പൂണ്ടി കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.